Hey, this is me, Casac Benjali. പുതിയ വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു വലിയ പരാതിയാണ് ശരിക്കും, എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടുന്നില്ല. ബിസിനസ്സിൽ പലതരത്തിലുള്ള ചാലഞ്ചസുകൾ നേരിടേണ്ടി വരുമ്പോൾ, വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അത് ഒരു ഭാര്യയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും ഭർത്താവാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും പലപ്പോഴും ഈ പരാതികൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പാർട്ട്ണർ ബിസിനസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട വീഡിയോ, അതായത് ബിസിനസ് ചെയ്യുന്നവരുടെ ഭാര്യമാരും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുടെ ഭർത്താക്കന്മാരും കേൾക്കേണ്ടുന്ന വീഡിയോ ആണിത്. ഇനി അഥവാ നിങ്ങൾ ബിസിനസ്സുകാരായി നിങ്ങളാണിത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും ഇത് ഷെയർ ചെയ്യും. നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് വേണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാം, അതാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ, ബിസിനസ് ചെയ്യുന്ന ഭർത്താവിനെയോ ഭാര്യയോ നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ചെറിയ ബിസിനസ് ആവട്ടെ, വലിയ ബിസിനസ് ആവട്ടെ, ചെറിയ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന ആളാകാം, അതല്ല എങ്കിൽ സ്നാക്സുകൾ വിൽക്കുന്ന ആളാകാം, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള ഭർത്താവാകാം, ഭാര്യയാകാം, എന്ത് ബിസിനസ്സും ആവട്ടെ, ചെറുതോ വലുതോ ആയ രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്പർ 1, കൺസിഡർ ദിസ് ഇസ് എ ലോങ് ജേർണി. ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇപ്പോൾ പുള്ളിക്കാരനോ അല്ലെങ്കിൽ പുള്ളിക്കാരിയോ അതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം. ആ ജോലി മടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞത് കൊണ്ടോ തനിക്ക് എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യണമെന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്തോ ആയിരിക്കാം ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സോളോ പ്രൊണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഫ്രീലാൻസ് ബിസിനസ്സിലേക്കാണ് കടക്കുന്നത്. വിചാരിച്ച രീതിയിൽ പലപ്പോഴും റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, വലിയ വിജയങ്ങൾ നേടാൻ കഴിയുന്നതും വരില്ല. ഒരു ബിസിനസ്സാണ്, പലപ്പോഴും അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിട്ട് താല്പര്യപൂർവ്വം അതിലേക്ക് അങ്ങ് ഇറങ്ങി. പക്ഷേ മാർക്കറ്റിൽ പല പ്രതിസന്ധികളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നേരിടേണ്ടി വന്നു. വിചാരിച്ച സമയത്ത് ചിലപ്പോൾ വീട്ടിലെത്താൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ കൂടെ എല്ലാ കല്യാണത്തിനും വരാനോ അല്ലെങ്കിൽ എല്ലാ ചടങ്ങുകൾക്ക് വരാനോ എല്ലായിടത്തേക്കും അണിഞ്ഞൊരുങ്ങി വരാനുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. കാരണം മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഓടുന്ന മിഥുനത്തിൻ്റെ മോഹൻലാലിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ. അത് തന്നെയാണ് ഓരോ ഓൺട്രപ്രണർ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവസ്ഥ. അത് മനസ്സിലാക്കുകയും വിചാരിച്ച അത്രയും വേഗത്തിൽ ബിസിനസ് വിജയിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം. എല്ലാം വരുമ്പോഴും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് എല്ലാം ശരിയാകും, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പാർട്ട്ണറാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു പിന്തുണ, ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദ്യത്തെ സപ്പോർട്ട്. അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഹ്യൂജ് സക്സസ്ഫുൾ ഇൻ എക്സ്പെക്റ്റഡ് പീരിയഡ് ഓഫ് ടൈം. ബിസിനസ് വിചാരിച്ച സമയത്ത് തന്നെ വിജയിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. ആ സമയത്ത് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും അപമാനങ്ങളുമായിട്ട് ഇറങ്ങരുത്. കാരണം സ്വന്തം പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്നത്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, സ്വന്തം പാർട്ട്ണറിൽ നിന്നുള്ള അപമാനവും അതല്ലെങ്കിൽ പരിഹാസവും ഒരു ബിസിനസ്സുകാരും താങ്ങാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ധാരാളം പീഡനങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും സ്വന്തം പാർട്ട്ണറിൽ നിന്നും കൂടെ ഇത് കേൾക്കുമ്പോൾ താങ്ങാൻ പറ്റാതെ പോകും. അപ്പോൾ താങ്ങാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് ആക്രമിക്കുന്നതിന് പകരം ജസ്റ്റ് ഗിവ് ഹിം എ മോറൽ സപ്പോർട്ട്. ഞാൻ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് നീ പൊക്കോ അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ഏതൊരു സംരംഭകന്റെയും വലിയ അസറ്റുകളിൽ ഒന്ന് തന്നെയാണ്. നമ്പർ 2, സ്പീക്കപ്പ്. താല്പര്യപൂർവ്വം ബിസിനസിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ വളരെ സന്തോഷത്തോടു കൂടി എന്തായി ഏട്ടാ അല്ലെങ്കിൽ എന്തായിടി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾ ആ ബിസിനസ് വളർച്ചയിൽ ഹസ്ബൻഡിന്റെ കൂടെ കട്ടയ്ക്കുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അതിലെ ഓരോ സ്റ്റെപ്പുകൾ കടന്നു പോകുന്നതിനെ കുറിച്ചും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ചോദിച്ചറിയുക. അതോടൊപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ഐഡിയാസ് വരുന്നുവെങ്കിൽ അത് സന്തോഷപൂർവ്വം തുറന്ന് പറയാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കും ഒരു സ്ത്രീ കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ പറയാനുണ്ടാകും, അതിന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അതിനൊരു മെറിറ്റും ഡീമെറിറ്റ്സും ബോധ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുക. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റിന്, സ്റ്റാഫ് റിക്രൂട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ചെറിയ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ സജഷൻസോ പറയാവുന്നതാണ്. അത് തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർക്ക്, യെസ് ഞാൻ ഒറ്റയ്ക്കല്ല ഈ യാത്രയിൽ, എന്ത് വന്നാലും ശരി എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ലോകം കൂടെ ഉള്ളതിൻ്റെ തുല്യമായ ഒരു ആത്മവിശ്വാസമാണ്. അത് മറക്കരുത്. നമ്പർ 3, ബി ട്രാൻസ്പെറൻറ്റ് അബൌട്ട് മണി. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അത് പാർട്ട്ണറുടെ കൂടെയാണ്. പക്ഷെ
ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ചാലഞ്ചസുകളും വരാം, പല പ്രതിസന്ധികളും പല വെല്ലുവിളികളും വരുമ്പോൾ ഡീപ്പ് പോക്കറ്റിലേക്ക്, കുടുംബത്തിന്റെ ബേസിക് ആയിട്ടുള്ള ചെലവിനുള്ള ഡീപ്പ് പോക്കറ്റിലേക്ക് കൈയിടേണ്ടി വരാം ചിലപ്പോൾ ഒരു ഓൺടർപ്രണർക്ക്. ആ സമയത്ത് പരസ്പരം നമ്മുടെ കയ്യിലുള്ളത് ഇതൊക്കെയാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന എക്സ്പെൻസുകൾ ഇതൊക്കെയാണ്, കുട്ടികളുടെ ഫീസ്, മെഡിസിൻ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെലവിന് വേണ്ടത് ഇത്രയൊക്കെയാണ് എന്നുള്ളത് ഒരു ഓപ്പൺ ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാക്കുകയും കുടുംബത്തിന് അത്യാവശ്യം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സേവ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോവുക. അപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും അത് കുടുംബത്തിന്റെ സ്ട്രെങ്ത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നൽ സഹായിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല കുടുംബത്തിന്റെ ആവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ളതെല്ലാം എൻ്റെ സംരംഭത്തിന് തരാൻ, സേഫായിട്ട് തന്നെ തരാൻ അവർ തന്നെ സന്നദ്ധനാണെന്ന് പറയുമ്പോൾ അതൊരു ഭർത്താവിന് വലിയൊരു ആശ്വാസമായി മാറുകയും ചെയ്യും. നമ്പർ 4, വാല്യൂ യുവർ ഓൺ പെർസ്പെക്റ്റീവ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വില വേണം. കാരണം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ പരിചയങ്ങൾ അത് കൃത്യമായിട്ടും എനിക്കിതാ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ, ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഏട്ടന് വേണ്ടി ചെയ്തു തരാൻ പറ്റും, എനിക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ട്, ഇതിലൊക്കെ എനിക്ക് ഏട്ടനെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക. കാരണം ഒരു ബിസിനസ്സിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ പലപ്പോഴും പേ ചെയ്തുകൊണ്ട് ഒരു സ്റ്റാഫിനെ വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ പാർട്ട്ണർ പറയാണ്, എനിക്ക് റിക്രൂട്ട്മെന്റിൽ എനിക്ക് പരിചയം ഉണ്ടല്ലോ, എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും, അല്ലെങ്കിൽ സെയിൽസിൽ എനിക്ക് പരിചയം ഉണ്ടല്ലോ, എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് ചെന്ന് സഹായ ഹസ്തം നീട്ടുക. നമ്പർ 5, ഡേറ്റ് എന്ന് പറഞ്ഞാൽ കലണ്ടറിലെ ഡേറ്റ് അല്ല, നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനുള്ള സ്പേസ് നിങ്ങൾ ബോധപൂർവ്വം എഗ്രി ചെയ്തിട്ടുണ്ടാക്കുക. നിങ്ങൾ ബിസിനസിന്റെ തുടക്കമാണ്, ചിലപ്പോൾ ഓരോ ദിവസം 16-18 മണിക്കൂർ ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ബിസിനസ്സിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലും നമ്മൾ ഫാമിലി ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം 5 മണിക്കൂർ, ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം 4 മണിക്കൂർ, ഈ തിരക്കിനിടയിലാണെങ്കിൽ പോലും എല്ലാം മറന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ഡിന്നറിന് പോകാം, നമുക്ക് ഒരുമിച്ച് ചെറിയ ഡ്രൈവിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 മണിക്കൂറോ നിങ്ങളുടെ കൺവീനിയൻ, അല്ലെങ്കിൽ ഡെയിലി 1 മണിക്കൂറോ 2 മണിക്കൂറോ കിടന്നുറങ്ങുക, ബെഡ്റൂമിൽ വരിക എന്നുള്ളതിനും അപ്പുറത്ത് ഓപ്പൺ ആയിട്ട് പരസ്പരം എഗ്രി ചെയ്തുകൊണ്ടൊരു സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രമേ, അവിടെ ബിസിനസ്സോ അതിലെ ടെൻഷനൊന്നും സംസാരിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള പ്രണയവും നിങ്ങളുടേതായിട്ടുള്ള കുടുംബജീവിതത്തെക്കുറിച്ചും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുക. ബാക്കിയുള്ള സമയം നിങ്ങളൊരു പൂർണ്ണ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന്. അതായത് ബിസിനസ് വേണം, ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫാമിലി ലൈഫ് പൂർണ്ണമായിട്ട് കളയേണ്ടതില്ല. കാരണം അത് കളഞ്ഞു കഴിഞ്ഞാൽ ദൂരവ്യാപകമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ പ്രായം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം ബിസിനസ് ഒരു പക്ഷേ 4-5 വർഷം എടുത്തു കഴിഞ്ഞാൽ ആ 4-5 വർഷം നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല. അപ്പൊ എഗ്രി ആയിട്ടുള്ള ഒരു ടൈമിനകത്ത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാറ്റേൺ ഓഫ് സപ്പോർട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കുന്നു, നിങ്ങളൊരു ഓൺട്രപ്രണർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി വേണ്ടത് ആത്മവിശ്വാസത്തോടു കൂടി അതിശക്തമായ എനർജിയും ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അറിവുകളാണ്. അത് ഒരു ദിവസവും 2 ദിവസവും നമ്മൾ മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇത് ഡെയിലി ആവശ്യമാണ്. അങ്ങനെ ഡെയിലി നിങ്ങളൊരു സൂപ്പർ പവർഫുൾ ഓൺട്രപ്രണർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഞങ്ങൾ പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സിന്റെ പേരാണ് 10x ട്രാൻസ്ഫോർമേഷൻ. ഇത് എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 5:30 മണി വരെ നീണ്ടു നിൽക്കുന്ന മെഡിറ്റേഷനും അഫർമേഷനും ബിസിനസിനെ കുറിച്ചുള്ള അറിവുകളും എനർജറ്റിക് സെഷനുകളും എല്ലാം അടങ്ങുന്ന 100-ലേറെ വരുന്ന ഒരു ബിസിനസ്സുകാരുടെ കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള ബിസിനസ്സുകാരുടെ അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസുകളും അവരുടെ നെറ്റ്വർക്കുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സൂമിലൂടെയുള്ള ഡെയിലി മോർണിംഗ് ട്രെയിനിങ്. എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 5:30 വരെയാണ് ഈ ട്രെയിനിങ് ഉണ്ടാവുക. ഒരു പറ്റും ഓൺട്രപ്രണേഴ്സിന്റെ കൂടെ നിങ്ങളെ ഹ്യൂജ് സക്സസിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചീത്ത ശീലങ്ങളെല്ലാം മാറ്റി ഒരു സൂപ്പർ സക്സസ്ഫുൾ ആക്കി നിങ്ങളെ മാറ്റിയെടുക്കാം. ഇനി GCC രാജ്യത്ത് മറ്റുമാണ് നിങ്ങളുള്ളതെങ്കിൽ എല്ലാ ദിവസവും GCC UAE സമയം രാവിലെ 5:30 മുതൽ 6:30 വരെയാണ് ഈ സമയമുള്ളത്. സൗദി, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ സമയങ്ങൾ അവരുടെ ആ ക്ലോക്കുകൾ
4:30 മുതൽ 5:30 വരെയാണ്. അപ്പോൾ 2 ബാച്ചുകളിലായിട്ടാണ്. ഇനി ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ക്ലാസ് കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻ, റെക്കോർഡഡ് ക്ലാസ് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ബെഞ്ചാലി ആപ്പിലും അതുപോലെ തന്നെ ഞങ്ങളുടെ LMS സിസ്റ്റത്തിലും ഞങ്ങളുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമായ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ലൈവായിട്ട് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തും ഡെയിലി മോർണിംഗ് മെന്ററിംഗ് ആൻഡ് കോച്ചിങ് സെഷനിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് 100 ഇരട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഡിസംബർ 31 വരെയാണ്. അടുത്ത ഡിസംബർ 31 വരെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു ബിസിനസ്സുകാരുടെ കൂടെ സൂപ്പർ സക്സസിലേക്ക് നല്ല ശീലങ്ങൾ ബിൽഡ് ചെയ്ത് നല്ല അറിവുകൾ സ്വായത്തമാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ കസാക് ബെൻജാലി, ബിസിനസ് കോച്ച് ആൻഡ് സക്സസ് സ്ട്രാറ്റജിസ്റ്റ്. നമ്മുടെ ഓരോരോ ഘട്ടത്തിലും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിന് വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, നല്ലൊരു പ്രോഗ്രാമാണ്. നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ പിന്തുണയും ബെഞ്ചാലി അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം, അതായത് കഴിഞ്ഞ 1-ാം തീയതി 4 മണിക്ക് എണീക്കുന്നത് മുതൽ എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ, എൻ്റെ ബിസിനസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻകാല ഒരു 6-7 മാസം മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ബിസിനസ്സുകൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ബിസിനസ്സുകളുടെ ഡിസ്കഷൻ വരെ നമ്മുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഇതൊരു ഒരു മാജിക് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതിനെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കമ്പനിയിലുള്ള 3 പേരെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നസീർ ഭായ്, ആഷിഖ് ഭായ്, ഹക്കീം. കാരണം എത്രത്തോളം ഈ ക്ലാസ് കേട്ടാൽ കമ്പനിക്കും സ്വന്തം ജീവിതത്തിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ഞാൻ കമ്പനിയുടെ ചെലവിൽ ഈ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്നത് തന്നെയായിരുന്നു. മോർണിംഗിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ സമയമാണ് ഇതിലേക്ക്. പിന്നെ അതിനുശേഷം സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ ദേഷ്യവും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റായി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാത്തതായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ളൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്.